പാചകവാതക ക്ഷാമത്താൽ വലഞ്ഞ ജനം. പൊരുവെയിലിൽ അടിമാലിയിൽ ഇന്ത്യൻ GV ഗ്യാസ് ഏജൻസീസിന് മുമ്പിൽ ഗ്യാസ് സിലിണ്ടറിനായി ആളുകൾ മണിക്കൂറുകളാണ് ഇന്ന് ക്യൂ നിന്നത്. ഏജൻസിയിൽ നിന്ന് റോഡ് സർവീസ് ആരംഭിക്കണമെന്നും ഏജൻസിയിൽ സിലിണ്ടറിനായി എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനം ഒരുക്കണമെന്നുമാണ് ആളുകളുടെ ആവശ്യം. ആളുകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നതോടെ പോലീസും പൊതുപ്രവർത്തകരും ഇടപെട്ട ടോക്കൺ സൗകര്യമൊരുക്കി. ഗ്യാസ് സിലിണ്ടറിനായി എത്തിയവരുടെ ക്യൂ ഏജൻസിയുടെ കോമ്പൗണ്ടും കടന്ന് ദേശീയപാതയിലൂടെ നീണ്ടു. അടിമാലി ചാറ്റുപാറയ്ക്ക് സമീപം ദേശീയപാതയോരത്താണ് ഇന്ത്യൻ GV ഗ്യാസ് ഏജൻസീസ് പ്രവർത്തിച്ചു വരുന്നത്. യുദ്ധ സാഹചര്യത്താലുണ്ടായ പാചകവാതക ക്ഷാമം ആളുകളെ എത്രത്തോളം വലയ്ക്കുന്നുവെന്നതിൻ്റെ നേർസാക്ഷ്യമായി ഗ്യാസ് ഏജൻസിക്ക് മുമ്പിലെ ഇന്നത്തെ കാഴ്ചകൾ. രാവിലെ 8:30 മുതൽ ആളുകൾ ഗ്യാസ് ഏജൻസിക്ക് മുമ്പിൽ ക്യൂ നിന്നു തുടങ്ങി. പ്രായമായവരും രോഗികളും സ്ത്രീകളുമടക്കം ക്യൂവിലുണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടറിനായി എത്തിയവരുടെ ക്യൂ സമയം പിന്നിട്ടതോടെ ഏജൻസിയുടെ കോമ്പൗണ്ടും കടന്ന ദേശീയപാതയിലൂടെ നീണ്ടു. സമയം ഉച്ചയോടടുത്തതോടെ ചൂടേറി. കാത്തിരിപ്പ് നീണ്ടതോടെ ആളുകളിൽ പ്രതിഷേധവും ഉയർന്നു. വെയിൽ കൊള്ളാൻ തീരെ പറ്റാത്ത ആളാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് തണലത്ത് കയറി നിന്നിട്ടാണ് ക്യൂ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വന്ന് ഇവിടെ നിൽക്കുന്നത്. രാവിലെ 8:30 ആയപ്പോൾ മുതൽ വന്ന് ഇവിടെ ക്യൂവിൽ നിൽക്കുന്നതാണ്. ആദ്യം കഴിഞ്ഞ 2-ാം മാസം ഗ്യാസ് ബുക്ക് ചെയ്ത അതിന്റെ കാലാവധി തീർന്നു പോയി. അത് കഴിഞ്ഞപ്പോൾ 2ാമത് ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏജൻസിയിൽ നിന്ന് റോഡ് സർവീസ് ആരംഭിക്കണമെന്നും ഏജൻസിയിൽ സിലിണ്ടറിനായി എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനം ഒരുക്കണമെന്നുമായിരുന്നു ആളുകളുടെ ആവശ്യം. അടിമാലി ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഒരു മാസത്തിൽ കൂടുതലായിട്ട് പുറത്തേക്ക് റൂട്ടുകളിൽ പോയി ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നത് നിർത്തലാക്കിയിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് കിട്ടുന്നില്ല, സ്റ്റോക്കില്ല, ലോഡ് വരുന്നില്ല എന്നൊക്കെയാണ്. ഇവിടെ 10 മണിക്കും ഇവിടെ 9 മണിക്ക് 8 മണിക്കും വന്ന ആളുകളാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. 8 മണിക്ക് വന്ന ഒരു 200-ൽ കൂടുതൽ കുറ്റികൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇനി നിൽക്കുകയാണ് ഒരു 300-ൽ കൂടുതൽ ആളുകൾ, 400 ആളുകൾ നിൽക്കുക. ഇവർക്ക് ഈ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്കൊരു സംവിധാനം ചെയ്യാവുന്നതാണ്. ഈ ആളുകൾക്കൊന്ന് നിൽക്കാൻ, ഈ വെയിലത്തുനിന്നൊന്ന് മാറിയിരിക്കാനായിട്ട് ഒരു ടോക്കൺ സംവിധാനം അത് എത്രയും പെട്ടെന്ന് ഇവർ ചെയ്തു കൊടുക്കണ്ട. ഒരു ടോക്കൺ സംവിധാനം ഉണ്ടെങ്കിൽ ആളുകൾക്കത് ഉപകാരപ്പെടും. ഇത് ഈ വെയിലത്ത് നിന്ന് എത്ര പേര് തലയിറങ്ങി വീഴാൻ തുടങ്ങുന്നുണ്ടോ അറിയോ? അതിന്റെ വെള്ളം കുടിക്കാനോ അതിനൊക്കെ ഓടുവാണ് ആളുകൾ. ക്യൂ നിൽക്കുന്ന ആളുകളുടെ എണ്ണവും പ്രതിഷേധവും ഏറിയതോടെ പോലീസും പൊതുപ്രവർത്തകരും ഇടപെട്ട് ടോക്കൺ സൗകര്യമൊരുക്കി. കുടചോടി നിന്ന് പോലും ആളുകൾ പൊരിയ വെയിലിൽ വെന്തുരുകി. പാചകവാതക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂട്ടത്തോടെ ഏജൻസി ഓഫീസിലേക്ക് എത്തുന്നത് ഒഴിവാക്കി ദിവസവും വിതരണം ചെയ്യുവാൻ കഴിയുന്ന സിലിണ്ടറുകൾ കണക്കാക്കി വിതരണം ക്രമീകരിക്കാൻ സൗകര്യമൊരുക്കണമെന്നും ആവശ്യമുയർന്നു. സിറ്റി വിഷൻ, അടിമാലി.